നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ വർഷം സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ ചില ആളുകളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു, തോറ്റിരിക്കുന്നു. രക്ഷിതാക്കളൊക്കെ എപ്പോഴും കുട്ടികളെ കുറിച്ച് പറയാറുണ്ടെങ്കിലും അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പല മക്കൾക്കും എഴുതാനും വായിക്കാനും പോലും അറിയുന്നില്ല. അവരൊക്കെ പറയാനുള്ളത് 2 വർഷം കൊറോണയിൽ പോയി, പിന്നെ 2 വർഷം യൂട്യൂബായിട്ടും പോയി, പിന്നെ ഇപ്പം അങ്ങനെ പോകുന്നു. പക്ഷെ ഇതൊക്കെ ശരിയാക്കി എടുക്കണ്ടേ നമുക്ക്? 2 വർഷം കൊറോണയിൽ പോയി എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ പോവുകയാണോ? അതുപോലെ ഇപ്പൊ മൊബൈലിൽ കളിച്ചിരിക്കുക എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഒരു സ്റ്റോപ്പ് എന്നുള്ളൊരു സംഭവം ചെയ്യണ്ടേ? അതിനൊക്കെ റിക്കവർ ആവണ്ടേ? ഇപ്പോ പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും പോലും അറിയുന്നില്ല. അത്തരം കുട്ടികൾക്ക് നമ്മൾ പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുക, പ്രത്യേക പരിശീലനമാണ്. അരീക്കോട് പ്ലാനറ്റ് അക്കാഡമിയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ട്യൂഷനാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർക്ക് എല്ലാത്തിനൊന്നും സമയം ഉണ്ടാവില്ല. എന്നാലും ഒരു പരിധി വരെ അവരെ റെഡിയാക്കി തരും. ഇതിന് ബദലായിട്ടാണ് നമ്മൾ ട്യൂഷൻ എന്നുള്ള ഒരു രീതി കൊണ്ടുവരുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ട്യൂഷൻ കൊടുക്കുകയാണ്. അതിന് UP സെഷനിൽ തന്നെ ഇഷ്ടംപോലെ കുട്ടികളാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷം കൊറോണയിൽ ഒന്നും കിട്ടിയിട്ടില്ല, ബേസിക് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് ഒരു ബേസിക് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ നമ്മൾ ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും അതിന്റെ ബാക്കിയായിട്ട് 2 വർഷം കൊറോണയായിട്ടും, അതുപോലെ ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ കുട്ടികൾ ഒന്നും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. സത്യത്തിൽ പാരൻസ് ഭയങ്കര പ്രയാസത്തിലാണ്. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്തം പാരൻസ് ഏറ്റെടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ മക്കൾക്ക് 13-14 വയസ്സായിട്ടുള്ളൂ, മാക്സിമം 15 വയസ്സ് വരെ. ഇവർക്ക് ഒരു കറക്റ്റ് ഒരു ബോധം വരാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. സംഭവം റിസ്ക് ആണ്, പ്രയാസമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതിനെന്താണോ വഴി അത് കണ്ടെത്തുക. പ്ലാനറ്റ് അക്കാഡമിയിൽ ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ബേസ് കൊടുക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുകയാണ്. അതുപോലെ ഒരു നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മൊബൈലിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പഠിക്കുന്ന ഒരു ബേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ട്യൂഷന് പറഞ്ഞേക്കുക. അതുപോലെ 10ാം ക്ലാസ് നമ്മൾ ഒരു ഫുൾ A+ എന്നുള്ളതിൽ അപ്പുറത്തേക്കൊന്നും നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. അതിനുവേണ്ടി നമ്മൾ അടുത്ത മാർച്ച് വരെ, പരീക്ഷ വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രക്ഷിതാക്കള് വെറുതെ പ്രയാസപ്പെടേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട. അതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. എന്താണോ ശരിയാവാൻ അതിന് ഒരു ആക്ഷൻ എടുക്കുക, ആ ആക്ഷനിലേക്ക് കടക്കുക. കുട്ടികളെ പഠിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നോക്കുക. അതിനൊക്കെ ഉള്ള ഒരു മാർഗം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ അരീക്കോട് പ്ലാനറ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യ ബാച്ചിൽ തന്നെ ഇഷ്ടംപോലെ അഡ്മിഷനാണ്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ കുട്ടികളെ ശരിയാക്കണം എന്നുള്ള ലെവലിൽ തന്നെ. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോവും. അത് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ അതിനുള്ള വഴി കണ്ടെത്തുക. ഭാവിയിൽ കുട്ടികൾക്ക് ഗുണം ചെയ്യും, നിങ്ങൾക്ക് സമാധാനമാവും. അതുകൊണ്ട് 5ാം ക്ലാസ് മുതൽ 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ബേസിക് ക്ലാസ്സുകൾ കൊടുക്കാം. എഴുത്തും വായനയും അറിയാത്ത ഹൈസ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് ബേസിക് കൊടുക്കാം. അതുപോലെ 10ാം ക്ലാസ്സിലെ സ്പെഷ്യൽ ബാച്ച് എന്നുള്ള നിലയ്ക്ക് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ 10 വർഷം പഠിച്ചതിനുള്ള ഒരു റിസൾട്ട് ഈ വർഷം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് 10 വർഷം പഠിച്ചതിനുള്ള ഒരു ഫൈനൽ, ഒരു ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ ഫൈനൽ എക്സാം അല്ലെങ്കിൽ ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അതിന് എല്ലാ കാര്യങ്ങളും കച്ചമുറുക്കി നമുക്ക് ഒരുങ്ങണം. അതിന് വേണ്ടിയിട്ട് പ്ലാനറ്റ് അക്കാഡമി ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ മക്കളെ കൊണ്ട് വിട്ടാൽ മതി, ബാക്കി നമ്മൾ ഏൽക്കും, ബാക്കി നമ്മൾ റെഡിയാക്കി തരും. നിങ്ങൾ അവർക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും കൂടി പറയാണ്, നിങ്ങൾ മക്കളെ കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ, ഇല്ലെങ്കിൽ അത് റെഡിയാക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, എത്ര ബാക്കിലായിക്കോട്ടെ, ഒന്നും അറിയാത്ത കുട്ടികളായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ പ്ലാനറ്റ് അക്കാഡമിയിലേക്ക് പറഞ്ഞയക്കി. അതുപോലെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഒന്നുകൂടി ഇമ്പ്രൂവ്മെന്റ്, ഒന്നുകൂടി പ്രോഗ്രസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെയാണ്. അതിനുവേണ്ടി മാത്രം നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളെയും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയുക. ഓക്കെ, താങ്ക് യു.